ജില്ലയിൽ നെല്ല് സംഭരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് സപ്ലൈകോ. നെന്മാറയിൽ വല്ലങ്ങി, നെല്ലിപ്പാടം, കൂട്ടക്കടവ് പാടശേഖരങ്ങളിൽ നിന്ന് 60 മെട്രിക് ടൺ നെല്ലാണ് കയറ്റിപ്പോയത്. നെന്മാറ കൃഷിഭവൻ പരിധിയിലെ വല്ലങ്ങി നെല്ലിപ്പാടം പാടശേഖര സമിതിയിലെ ജ്യോതികുമാറിന്റെ നെല്ലെടുത്തുകൊണ്ടാണ് സംഭരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നെന്മാറ വല്ലങ്ങി വേലയ്ക്ക് മുൻപ് വീടുകളിലും കളങ്ങളിലും സൂക്ഷിച്ചിരുന്ന നെല്ല് സംഭരിക്കണമെന്ന കർഷകരുടെ ആവശ്യം പരിഗണിച്ചാണ് സപ്ലൈകോ നെല്ല് സംഭരിച്ചത്. ചുണ്ടിയംകുളത്ത് നടന്ന ചടങ്ങ് ചിറ്റൂർ പാടി മാർക്കറ്റിംഗ് ഓഫീസർ ബി ജഗന്നാഥ് ഉദ്ഘാടനം ചെയ്തു. ഈ നെന്മാറ ദേശം എന്ന് പറയുന്ന നെന്മാറ വേലയ്ക്ക് മുമ്പ് നമ്മൾ അടിയന്തരമായിട്ട് നെന്മാറ, കൊല്ലങ്കോട്, എലവഞ്ചേരി, വടവന്നൂർ ഈ 4 പഞ്ചായത്തിലെ നെല്ല് മാറ്റി കൊടുക്കേണ്ടത് ഒരു വളരെ മേലാർകോട്. അയലൂർ വരില്ല, അയലൂർ പാർക്കിംഗ് വരുന്നില്ല. കാരണം ഞാൻ മെയിൻലി നോക്കുന്നത് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഈ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പാടങ്ങൾ ഒഴിവാക്കി നെല്ല് മാറുക എന്നുള്ളത് ഒരു വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. അപ്പം സന്തോഷ്, കൃഷ്ണ അയലൂർ തൊട്ട് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ടീമാണ്. ഇവർ രണ്ടുപേരും അയലൂർ തൊട്ടാണ് നമ്മൾ ഇവരെ പരിചയപ്പെടുന്നതും. പിന്നെ നെന്മാറയിലായി. ഇനിയിപ്പോൾ ആ കാര്യം വളരെ ഗൗരവമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ പ്രാദേശികമായിട്ട് ആരുടെ നെല്ലാണ് ആദ്യം എടുക്കേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല. അത് കൃഷിഭവനിൽ നിന്ന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പാടശേഖര സെക്രട്ടറിമാരും മുൻകൈ എടുത്തു കഴിഞ്ഞാൽ ഈ അലോട്ട് ചെയ്ത പാടങ്ങളിൽ നിന്ന് യുദ്ധകാലടിസ്ഥാനത്തിൽ നമ്മുടെ മില്ലുകളെ കൊണ്ട് എടുത്തു മാറ്റാം. ഇപ്പോൾ ഇതിനകത്തൊരു ആവശ്യം വന്നേക്കുന്നത് ഓരോ പാടത്തും ഈ 2 മില്ലുകൾ വേണം, എന്നാലേ എടുത്തു മാറ്റത്തുള്ളൂ എന്നൊരാവശ്യം കൃഷി ഓഫീസറും പാടശേഖരത്തിൻ്റെ ഭാരവാഹികളും കർഷകരും പറഞ്ഞിട്ടുണ്ട്. കാരണം വേലയ്ക്ക് ഇനി 10 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഈ 10 ദിവസത്തിനുള്ളിൽ നമ്മൾ ഓരോ പാടത്തും ഒന്നിൽ കൂടുതൽ മില്ലുകളെ അലോട്ട് ചെയ്തിട്ട് ഈ നെല്ല് വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ഈ നെല്ല് മാറ്റിയിട്ട് നമുക്ക് വേലയ്ക്ക് നമ്മുടെ നാട് ഒരുങ്ങാനുള്ള സൗകര്യം ചെയ്തു തരുന്നതായിരിക്കും. നന്ദി. ആലത്തൂർ പാടി മാർക്കറ്റിംഗ് ഓഫീസർ ഡോണാസ് കറിയ, കൃഷി ഓഫീസർ എസ് കൃഷ്ണ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സി സന്തോഷ്, കെ പ്രകാശ്, ജ്യോതികുമാർ, വിജയൻ, സുനിൽ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.